ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ദിവസം മൊത്തത്തിലുള്ള കാര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഫുൾ ഡേ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. കാരണം ഇന്നലെ സ്കൂളില്ലല്ലോ, മഴയൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും സ്കൂളൊക്കെ അവധിയല്ലേ. അപ്പം എല്ലാവരും പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പല അപകടങ്ങളും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക, അത്രയല്ലേ ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ചായക്ക് ഇങ്ങനെ എന്തെങ്കിലും നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഡയറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ചായയുടെ എന്തായാലും നിർത്താൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് മധുരയില്ലാണ്ട് അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഈ മയിൽ. അപ്പം എൻ്റെ ബാക്കിലത്തെ വീട്ടിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്കൂളില്ലാത്ത ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുക. കാരണം അവർ എന്തായാലും കുട്ടികളൊക്കെ ലേറ്റാവും എണീക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഞാൻ ഉച്ചക്ക് പാൽക്കപ്പ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ച് നല്ല ഫുഡ് തന്നെ ഉച്ചക്ക് ഉണ്ടാക്കാൻ നോക്കലുണ്ട്. കാരണം ആഴ്ചക്ക് 1-2 ദിവസങ്ങളിലൊക്കെ അല്ലേ അവരുണ്ടാവും. അപ്പോൾ അവരുള്ളപ്പോൾ മാത്രമേ ഞാൻ ലഞ്ച് ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ചോറൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറും പരിപ്പിൻ്റെ കറിയൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 3/4 കിലോനോളം, 1 കിലോ ഉണ്ടാവില്ല, 3/4 കിലോനോളം കപ്പ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കിത് വേവിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ അങ്ങനെ ഊറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പ കഴിച്ചാൽ ചിലർക്ക് ഗ്യാസ് അങ്ങനത്തെ എല്ലാം പ്രോബ്ലം ഇല്ലേ, അത് അത്രയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ ടൈമിൽ നമുക്കൊരു 5-6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ടെടുക്കാം. ഇത് നല്ല ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 8-9 എടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര കുറേയൊന്നും വേണ്ട, കുറച്ച് വലുപ്പത്തിലുള്ളതാണെങ്കിൽ 5-6 മതി. പിന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക. എനിക്ക് കുറച്ച് എരിവ് വേണ്ടുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഞാൻ 3 വലിയ പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ 2 പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ എന്തായാലും ചതച്ചെടുത്താൽ മതി കേട്ടോ, മിക്സിയിൽ ഇടണ്ട. കാരണം നല്ലോണം അരിഞ്ഞു പോകില്ലേ, അങ്ങനെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. കൂടുതൽ അങ്ങനെ അരച്ച് പേസ്റ്റൊന്നും ആക്കണ്ട. ആ ടൈമിൽ നമ്മുടെ കപ്പ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നമുക്കൊന്ന് ഊറ്റിക്കളയാം. എന്നിട്ട് വേണം ഈ കപ്പ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുക്കുക. ഇതിൽ മൺചട്ടിയിലൊക്കെ ആക്കുമ്പോൾ അല്ലേ ഇതിൻ്റെ എല്ലാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ മൺചട്ടി വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞ ആ ഒരു കപ്പയില്ലേ, അത് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, ചെറിയ ഉള്ളിയും പച്ചമുളകും. അപ്പോൾ അത് ഇതിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഈ ഒരു നമ്മൾ ചതച്ച ഈ ഒരു കല്ലിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഇതിൽ തീരെ വെള്ളമില്ലല്ലോ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം എന്തായാലും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒക്കെ വെന്ത സംഭവങ്ങളല്ലേ, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. കാരണം ചട്ടിയാകുമ്പോൾ അടിക്ക് പിടിക്കുമല്ലോ. നിങ്ങൾക്ക് മറ്റുള്ള പാത്രങ്ങളിലാക്കിയാൽ മതിയെങ്കിൽ അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഞാൻ ചട്ടിയിലാക്കുമ്പം ഒരു നല്ല ടേസ്റ്റ് അല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ഞാൻ 2 കപ്പോളം നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് നിങ്ങൾ കപ്പ് എത്രയാണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി പാല്. അപ്പോൾ ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി, പക്ഷേ കുഴപ്പമില്ല. പാൽക്കപ്പയല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ. നമ്മൾ തേങ്ങാപ്പാൽ എത്ര ഒഴിക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ്. പക്ഷേ നല്ല കട്ടിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കപ്പ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്ത ഉപ്പല്ലേ ഉള്ളൂ. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്ന് നോക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ഇതിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് നോർമലി കുക്കിംഗ് വെളിച്ചെണ്ണ തീർന്ന്, അതുകൊണ്ട് ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എനിക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ, അതിലോട്ട് ഒഴിച്ചിട്ട്. അപ്പോൾ ആ ഫ്ലേവറൊന്നും പുറത്തോട്ടേക്ക് പോവില്ല. അപ്പോൾ ഞാൻ വറ്റൽമുളക് ഇടാൻ മറന്നത് കൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാനും ഒരു ഭംഗിയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ തന്നെ എടുക്കാൻ നോക്കുക. ഞാനിത് ഒരു വലിയ തേങ്ങൻ്റെ പകുതി മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കട്ടിപ്പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ഒരു തേങ്ങാപ്പാലാട്ടോ ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ഒരു മത്തി മുളക് കറി ഉണ്ടാക്കുന്നുണ്ട്. ഞാനിത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ, എല്ലാവർക്കും അറിയുന്നില്ലേ, പക്ഷേ എന്തായാലും ഒന്ന് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇതിൽ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ 4-5 ചെറിയ ഉള്ളിയും പിന്നെ പകുതി സാദാ സവാളയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടെടുത്തതാണ് കേട്ടോ. അത് നന്നായി ഒരു മൂപ്പിച്ചിട്ട് ഒരു കളറ് ചേഞ്ച് ആയില്ലേ, ആ ചേഞ്ച് ആയ സമയത്ത് ഞാൻ ഒരു വലിയ തക്കാളി ഇതിലോട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളെല്ലാം കൂടി ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ, നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ ടൈമിലൊക്കെ വളരെ സിമ്മിൽ വേണം ഫ്ലെയിം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടികളൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ, നല്ല സിമ്മിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഈ പൊടികളൊക്കെ നല്ല മൂത്ത ഒരു സ്മെല്ല് വരുമ്പോൾ ഇതിലൂടെ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കണ്ടോ നന്നായിട്ട് തന്നെ എന്താ പറയുക അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയൊരു പീസ് പുളിയും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏത് കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി എന്താ പറയുക നമുക്ക് കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം, എന്നാലേ കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ മീനിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പകുതിയായി കട്ട് ചെയ്തിട്ട്. എൻ്റെ കുട്ടികളൊന്നും കഴിക്കൂല കേട്ടോ, ഇത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എല്ലാം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മുളക് കറിക്ക് ഏറ്റവും ടേസ്റ്റ് ലാസ്റ്റിൽ ഇങ്ങനെ കുറച്ച് പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുത്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണെങ്കിലും പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കട്ടോ, ഇങ്ങനെയുള്ള മുളക് കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നോക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയും പാൽക്കപ്പയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ബീഫും കൂടി നമ്മൾ ചിക്കി പൊരിക്കാമെന്ന് അറിയൂലേ, ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് എന്താ പറയുക വേവിച്ചിട്ട് എന്താ പറയുക ചെറുതായിട്ടൊന്ന് ഇതാക്കിയെടുത്തിട്ട് അങ്ങനെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് വലിയ വലിയ പീസാകുമ്പം അത്ര അങ്ങനെ ചില ആൾക്ക് എൻ്റെ കുട്ടിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അത് ചെറിയ ചെറിയ പീസായിട്ട് ചിക്കി പൊരിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കട്ടെ. ഞാൻ അങ്ങനെ ഉച്ചക്ക് ചോറ് കഴിക്കലില്ല കേട്ടോ. അപ്പോൾ ഞാൻ പാൽക്കപ്പ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച്. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ, സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാനുണ്ട്. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ നല്ല മഴയല്ലേ, അപ്പോൾ മഴയൊക്കെ കുറച്ച് ചോർച്ച കണ്ടപ്പം വേഗം ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അതിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കട്ടെ കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം തന്നെയല്ലേ. അപ്പോൾ ഞാൻ ചായക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ കുറച്ച് സ്നാക്സെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ ടിക്ക ബ്രെഡോ അങ്ങനെ എന്തോ പേര് കണ്ട്, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചായക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ.
അതുകൊണ്ട് വാങ്ങിച്ചിട്ട് വന്നു തന്നെയാണ്. ഇനി ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബുഷ് ഓറഞ്ചിൻ്റെ മരത്തിൽ നന്നായിട്ട് തന്നെ ഓറഞ്ചൊക്കെ കളറ് നന്നായിട്ട് തന്നെ ഓറഞ്ച് കളറിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുറച്ചുകൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ട് ഇത്ര വരെ ആയിട്ടുണ്ട്. ഇനിയും വെച്ച് കഴിഞ്ഞാൽ മഴ സമയമല്ലേ, എലിയോ പെരിച്ചാഴിയോ ഇപ്പോൾ എല്ലാ പറമ്പിലൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എൻ്റെ വളപ്പിലും ചെറുതായിട്ട് ഹോൾസ് മാളങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മോശമാക്കി കഴിഞ്ഞാൽ പിന്നെ ആകെ ടെൻഷനാവും. ഇത്രയും നോക്കി വെച്ചിട്ട് ലാസ്റ്റ് ടൈമിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ പറിച്ചെടുക്കലാണ്. ഇത് പറിച്ചിട്ട് അരിയിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് കളർ ആവുമായിരിക്കും, കാരണം നന്നായി മൂത്ത് ഓറഞ്ച് അല്ലേ, അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ആവുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഞെട്ടിൽ നിന്ന് എടുക്കാൻ നല്ല ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ തൊലി അടക്കം പൊട്ടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എന്താവുമെന്ന് അറിയില്ല. എന്നാലും ഇതങ്ങനെ മധുരം വരുന്ന സംഭവമൊന്നുമല്ല. ഇത് ജ്യൂസ് അടിക്കാനേ പറ്റൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെടുത്തിട്ട് ജ്യൂസാക്കാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നല്ല പുളിയാണ് കേട്ടോ ഇതിന്. ഈ ഒരു ബുഷ് ഓറഞ്ച് എത്ര പഴുത്താലും മധുരം ഉണ്ടാവില്ല കേട്ടോ, നല്ല പുളിയാണ്. പക്ഷേ ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അതവിടെ ആയിട്ടുണ്ട്. ഇനി രാത്രിത്തെ നാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവം റെഡിയാക്കാമെന്ന്. അപ്പം മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വലിയ തേങ്ങ വലുത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പം അതൊന്ന് ചിരകി എടുക്കലാണ്. ഏതായാലും ഞാൻ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചിരണ്ടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേയൊക്കെ ചിരണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലില്ലേ ഭയങ്കര സമാധാനമാണ്. നമുക്ക് തേങ്ങൻ്റെ കറിയോ എന്തുണ്ടാക്കണമെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ഇൻട്രസ്റ്റിൽ ഇറങ്ങാൻ പറ്റും കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ ഒരു തേങ്ങ ചിരണ്ടാന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മളിങ്ങനെ ചിരണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് ഒരു 1/4 മണിക്കൂർ അരമണിക്കൂർ മുമ്പെടുത്ത് പുറത്ത് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം തന്നെ കുറച്ച് ഒരു 2 കപ്പ് അരി തിളച്ച വെള്ളത്തിൽ തിളച്ച് ചെറുതായിട്ടൊന്ന് ബബിൾസ് വരൂലേ, ആ ഒരു ടൈമിൽ അരി ഇട്ടിട്ട് അടച്ച് വെക്കട്ടോ. അങ്ങനെ കുതിർത്ത് വെച്ച അരിയാണിത്. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നതാട്ടോ ഞാൻ കാണിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കൈപ്പിടി നിറച്ച് അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ 1 കപ്പോളം തേങ്ങയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അരമുറി ഉള്ളിയാണ്. അപ്പം സവാള, അപ്പോൾ അത് വലുതായിട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക, നമുക്ക് അരച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ സവാളയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ഫെനൽ സീഡില്ലേ വലിയ ജീരകം അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം അത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരക്കണ്ട കേട്ടോ, കുറച്ച് തരിതരിപ്പൊക്കെ വേണം. നമ്മൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണുന്നില്ലേ മേലെ ഒരു കുത്തായിട്ട് അങ്ങനെ വരുന്ന രീതിയിൽ കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ലൂസിലല്ലേ ഉള്ളത്, അപ്പോൾ ഇത് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കൂലേ, അതുപോലെ തന്നെ കുറച്ച് കട്ടിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ടിട്ട് അതൊരു കട്ടിയാവുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് അരമണിക്കൂർ അങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് നിങ്ങൾ വാഴയിലയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് തൊടണ്ട കേട്ടോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പൊങ്ങി വന്നോളും. ഇതേ കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇത് ഒരു സൈഡും കൂടി കുറച്ച് ടൈം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ചെയ്താൽ മതി, നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും കുടിക്കാണ്ട് ഇതേ കണ്ടില്ലേ നന്നായിട്ട് തന്നെ നെയ്പ്പത്തിരി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ.
അപ്പോൾ നെയ്പ്പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ കമൻസിനും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോൾ പിന്നെയും വീഡിയോ ഇടണമെന്ന് തോന്നുന്നേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇനിയും വീഡിയോസൊക്കെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.